സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പെൺകുട്ടീനെ അന്വേഷിക്കുന്നുണ്ട് ബാലൻ. പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് കാറിൽ നിന്ന് ഇറങ്ങി. അനിയത്തി ഇറങ്ങുന്നുണ്ട്. അനിയത്തിന് ആദ്യം ഇറങ്ങുന്നത്. അതിനുശേഷം പെൺകുട്ടി ഇറങ്ങും. പെൺകുട്ടി ഇറങ്ങുമ്പോൾ ആനന്ദ് നോക്കൊന്നുമില്ല. പക്ഷെ മാമൻ പറയുന്നുണ്ട്, നോക്കടാ എന്ന് പറയും. അങ്ങനെ ഇഷ്ടമില്ല, മനസ്സോടെ അങ്ങനെ ആനന്ദ് നോക്കണം. ഒറ്റ നോട്ടം തന്നെ ആനന്ദിൻ്റെ കണ്ണ് ഇങ്ങനെ എന്താ പറയുക, വിടർന്നു നിൽക്കുക. ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ആനന്ദിന്. എന്തായാലും പിന്നെ ആനന്ദ് ആ പെൺകുട്ടിയുടെ മുഖത്തുനിന്ന് കണ്ണെടുത്തിട്ടേ ഇല്ല. ആ രീതിയിലായിരുന്നു നോട്ടം. പിന്നെ എന്തായാലും അതിനുശേഷം ഓടി ചെന്ന് കഴിഞ്ഞിട്ട് ആനന്ദ് അച്ഛനോട് പറയുന്നത്, അച്ഛാ എനിക്ക് ഈ പെണ്ണ് തന്നെ മതി, ഈ പെണ്ണ് തന്നെ മതി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു നാണമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ അച്ഛനോട് സംസാരിക്കണേ. ആ സമയത്ത് നമ്മുടെ ആര്യൻ അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് ചേട്ടൻ പെണ്ണ് കാണുന്നതും ആ പെൺകുട്ടീനൊക്കെ കാണുന്നുണ്ട്. പെൺകുട്ടീനെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് നമ്മുടെ ആര്യന്. സത്യം പറഞ്ഞാൽ ആർക്കും അതൊരു വിഷമാവുന്നൊരു ഭാഗം തന്നെയാണ് കാണുന്നത്. മാറി നിന്ന് മകൻ ഇളയ മകനെ ശരിക്കും കൂട്ടാത്ത രീതിയിലുള്ള ബാലൻ്റെ അഹങ്കാരത്തിന് നമ്മുടെ ആര്യൻ വല്ലാണ്ട് വിഷമിച്ചിട്ടാണ് ആ പെണ്ണ് കാണൽ ചടങ്ങിൽ പങ്കെടുത്ത് മാറി നിന്ന് കാണുന്നത്. പിന്നീട് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നൊക്കെ പെണ്ണും ചെക്കനും സംസാരിക്കുന്ന അവിടുത്തെ പിന്നെ എന്തെന്നാ പറയാ, പെണ്ണിൻ്റെ എരുത്തുന്നേ നമ്മുടെ ആനന്ദ് പോകുന്നില്ല. അങ്ങനെ ഒരു ഭാഗമൊക്കെ ഇനി കാണിക്കുന്നത്. അതിനുശേഷം ബാലൻ പറയുന്നുണ്ട്, നമുക്ക് നല്ലൊരു ദിവസം നോക്കി ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ സാറേ എന്ന് പറഞ്ഞപ്പോൾ, അത് ശരി ബാല, അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ നല്ല സ്നേഹത്തോടെ കൈകോർത്ത് പിരിയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അച്ഛന് വേണ്ടി അച്ഛൻ്റെ വാക്ക് വിശ്വസിച്ച് കാത്തിരുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്ര നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയത്. താങ്ക്സ് അച്ഛാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ കണ്ണൊക്കെ കൊണ്ട് നിറയുന്നു സന്തോഷവും അഭിമാനവും. അങ്ങനെയൊക്കെ ബാലൻ എന്തായാലും ഒരു കല്യാണം നടത്തണം എന്നുള്ളൊരു ആഗ്രഹമല്ലേ, അതൊരു അച്ഛൻ്റെ ഏതച്ഛൻ്റെ അമ്മമാർക്കും ഉണ്ടാകുന്ന ഒരു ആഗ്രഹം തന്നെയാണ്. ഒരു മക്കളുടെയെങ്കിലും വിവാഹം നടത്തണം. രണ്ടാളുടെ വിവാഹം നടക്കാൻ പറ്റാത്തതിലുള്ള നിരാശ ഇതിൽ തീർക്കണം എന്നുള്ളതാണ് ബാലൻ്റെ വാശിയും. പിന്നെ ഞാനിന്ന് ഓഫീസിലേക്ക് പോകണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഓടിക്കുന്നു. അവൻ പറയും, ഇത്രയും നേരം നിനക്ക് പെണ്ണ് കാണണ്ടായിരുന്നു, ഇവിടേക്ക് നിന്നെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയില്ല, എന്നിട്ടാണ് നീ ഓഫീസിലേക്ക് ഇത് പോകണമെന്ന് ചോദിക്കുന്നത്. നീ പോകുക തന്നെ വേണം, നീ ഇവിടെ നിൽക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പിടിച്ചു തള്ളി ആനന്ദിനെ ഓഫീസിലേക്കൊക്കെ വിടുന്നുണ്ട് ധർമ്മമാമൻ. പിന്നെ ഉദയഭാനു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ആ കാറ് വരെയും വാടകയ്ക്കിന് എടുത്തത്. അപ്പോൾ ആ കാറുകാരൻ വാടക ചോദിക്കുന്നു 4000 രൂപ. 4 ദിവസമായി ഓടുന്ന് കിടന്നിട്ട്, അതുകൊണ്ട് 4000 രൂപ എന്ന് പറഞ്ഞപ്പോൾ 4000 3000 തന്നാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല, 4000 വേണമെന്ന് പറയും. നമ്മുടെ ശ്രീദേവിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷനുണ്ട്. ആരെങ്കിലും കണ്ട് അവിടെ ചെന്ന് പറഞ്ഞാൽ കല്യാണം മുടങ്ങുമല്ലോ എന്നുള്ളൊരു പേടി കൊണ്ട് എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണം എന്നുള്ളൊരൊറ്റ വിചാരത്തിൽ തന്നെ ശ്രീദേവി വേഗം അമ്മയുടെ കയ്യിൽ നിന്ന് ആ കാശ് വാങ്ങി ഡ്രൈവർക്ക് കൊടുത്ത് പറഞ്ഞയക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഒരു കൊള്ളില്ലാത്തൊരു ചെറിയൊരു വീട്, പൊട്ടിപ്പൊളിഞ്ഞ് ഒരു ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു സാധാരണക്കാരൻ പോലും താമസിക്കാൻ പറ്റാത്തൊരു വീട്ടിലേക്ക് കയറി പോകുന്നത് കാണിക്കുന്നത്. ചെന്ന വഴിക്ക് തന്നെ തലയിലെ വിഗ്ഗൊക്കെ വലിച്ചെറിഞ്ഞ്, അതുപോലെ തന്നെ ഭാര്യ ആയാലും പട്ടുസാരിയും ആഭരണങ്ങളൊക്കെ അഭിനയമായിരുന്നത് കൊണ്ട് തന്നെ പിന്നെ അവരെ ശരിക്കും കാണിക്കുന്നത് ഒറിജിനലായിട്ടുള്ള രൂപത്തിലാണ്. കഷണ്ടി തലയനായ നമ്മുടെ ഉദയഭാനു ശരിക്കും മകളെ ബാലനെയും ഫാമിലിനെയും പറഞ്ഞു പറ്റിച്ച് ദേവമംഗലത്തേക്ക് കടന്നുകൂടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളായിരുന്നത്. സത്യത്തിൽ അയാൾക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ആ അവസ്ഥയിലാണ് എങ്ങനെയെങ്കിലും മോളെങ്കിലും കരക്കയറ്റി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. മാത്രമല്ല ആനന്ദിനാണെങ്കിൽ പെണ്ണ് കിട്ടാത്തൊരു വിഷമവും. അപ്പം അതുകൊണ്ട് തന്നെ ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു അയാൾക്ക്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ശ്രീദേവിക്കും എങ്ങനെയെങ്കിലും നല്ലൊരു വീട്ടിലേക്ക് ചെന്ന് ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെ അമ്മയും മക്കളും കൂടി അങ്ങനെ അത്രയും വലിയൊരു ചതി ബാലനോടും കുടുംബത്തോടും ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.